നമസ്കാരം. മട്ടൺ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇന്ന് ഞാനൊരു മട്ടൺ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മട്ടൺ മാരിനേറ്റ് ചെയ്യുന്നതിനകത്ത് ഇതിലേക്ക് 1 കപ്പ് തൈര്, ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ പേസ്റ്റ്, മുളക് പൊടി, ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, 1/2 കിലോ മട്ടൺ, ഒരു പിടി പുതിന ഇല, കുറച്ച് മല്ലിയില, ഒരു പിടി സവാള ഉള്ളി ഫ്രൈ ചെയ്തത്. ഇത് ഞാൻ റവയിൽ വറുത്തെടുത്ത സവാളയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറഞ്ഞത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം. ഇതിനെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരുന്നാൽ മസാലയൊക്കെ അതിൽ പിടിച്ച് നന്നായിട്ടിരിക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 2 മണിക്കൂറെങ്കിലും അടച്ചു വെക്കുക. ഇതിലേക്ക് 2 വലിയ ഏലക്ക, 3-4 ചെറിയ ഏലക്ക, ഒരു തക്കോലം, ഒരു കറുവയില അതായത് ബേ ലീഫ്. ഇവിടെ എനിക്കുണ്ടായിരുന്നു, ഞാനത് പറിച്ചെടുത്തതാണ്. ഇത് ഒരു കഷ്ണം കറുവാപ്പട്ട, 2-3 ഗ്രാമ്പു. ഇതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടുക. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ബാസ്മതി റൈസാണ്, സേല അരിയാണ്. ഇങ്ങനെ ചാകരി പോലെ കളറുള്ള അരി എടുക്കണം. അതാണ് ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ്. 1/2 കിലോ മട്ടണാണ്, അതുകൊണ്ടാണ് 1/2 കിലോ അരി എടുത്തിരിക്കുന്നത്. രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കണം, അരിയും മട്ടണും. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിയിടാം. ഇപ്പോൾ വെള്ളത്തിലെ ഉപ്പ് ഒന്ന് നോക്കാവുന്നതാണ്. കുറവെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഇട്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ ഈ അരി പകുതിയിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഓഫാക്കി എടുക്കാം. ചോറിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ കാണുന്നതെല്ലാം ഒന്ന് പെറുക്കി കളയുക. സ്പൈസസ് ഇട്ടത് എല്ലാം ഒന്ന് പെറുക്കി കളയുക. ഇനി ഒരു തവ ഗ്യാസിലോട്ട് വയ്ക്കുക. ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ പാത്രത്തിലേക്ക് ഒരു ലെയർ ഇറച്ചി നിരത്തുക. ഇനി ഇതിലേക്ക് ഒരു ലെയർ ചോറ് നിരത്തുക. ഈ ചോറ് പകുതി വെന്തിട്ടേ ഉള്ളൂ. കൂടുതലായിട്ട് ഇതിനെ വേവിക്കരുത്, പകുതി വരെ വേവിക്കാവുള്ളൂ. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. 1-2 പച്ചമുളക് വയ്ക്കുന്നു. 1 സ്പൂൺ ഗരം മസാല പൗഡർ, ഉള്ളി ഫ്രൈ ചെയ്തത്, കുറച്ച് പുതിനയുടെ ഇല, സ്വല്പം മല്ലിയില, സ്വല്പം കേവട വാട്ടർ, 1 ടീസ്പൂണിൽ കൂടുതൽ, 1 ടീസ്പൂണും കൂടുതലാണ്, 1/2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. കേസർ പാലിനകത്ത് കലക്കിയത്, അതായത് കുങ്കുമപ്പൂവ്. ഇനി അടുത്ത ലെയർ ഇറച്ചിയിടുവാണ്. അടുത്ത ലെയറും ചോറ് ഇതുപോലെ നിരത്തുക.
ഇതിനെ നന്നായിട്ടൊന്ന് നിരത്തി അമക്കിയെടുക്കുക. അമക്കിയെന്ന് ഉദ്ദേശിക്കുന്ന ഒത്തിരി അമക്കാനല്ല, മുകൾ വശമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വയ്ക്കുക, കുറച്ച് അണിയൻ ഫ്രൈഡ്, അതായത് ഉള്ളി ഫ്രൈ ചെയ്തത്. ഇത് ഞാൻ റവയ്ക്കകത്ത് ഫ്രൈ ചെയ്ത ഉള്ളിയാണ്, എണ്ണയൊന്നും ചേർത്തിട്ടുള്ള ഉള്ളിയല്ല. കുങ്കുമപ്പൂ പാലിൽ ചാലിച്ചത് അത് ഒഴിക്കുന്നു. 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ടീസ്പൂൺ ഗരം മസാല, സ്വല്പം കേവട ഒഴിക്കുന്ന, സ്വല്പം മിൻ്റ് ഇല, പുതിന ഇലയാണ്, മല്ലിയില, ദമ്മിടുന്നതിന് വേണ്ടി ഗോതമ്പ് മാവിനെ ചീനച്ചട്ടിക്ക് ചുറ്റും തേച്ച് പിടിപ്പിച്ചു. ഇനി ഇതിനെ അങ്ങ് അടയ്ക്കുവാണ്. നന്നായിട്ട് അടച്ചു വെച്ചു. ഇനി തീ കൊടുക്കാം. ഒരു ഫുള്ളിൽ ഒരു 5 മിനിറ്റ് പോകട്ടെ. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ സിമ്മയിലോട്ടിടുക. 1 മണിക്കൂർ സിമ്മിൽ അവിടെ കിടന്ന് ചെറുതായിട്ട് വെന്ത് വരട്ടെ. ഇറച്ചി വേകാൻ സമയമെടുക്കും, അതിനാണ് സിമ്മയിലിടാൻ പറഞ്ഞത്. അടിയിൽ തവ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സിമ്മയിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിലും കരിഞ്ഞു പോകും. അതുകൊണ്ട് നോക്കി ചെയ്യുക. ഇനി കേവട വാട്ടർ ഇല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കാവുന്നതാണ്. ഇതിനകത്ത് ഒരു മണത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഒന്ന് തുറന്ന് നോക്കുക. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിത് 1.25 മണിക്കൂർ അടുപ്പത്ത് വെച്ച് സിമ്മിൽ, അത് കഴിഞ്ഞിട്ടാണ് ദമ്മ് പൊട്ടിച്ച് നോക്കുക. എല്ലാം വെന്തിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, താങ്ക് യു.